ഷിറാസി ഒരു ദിവസം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നു. ചെവിയെക്കുറിച്ച്, കയ്യിനെക്കുറിച്ച്, കാലിനെക്കുറിച്ച്, അവസാനം കണ്ണിനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴേ ഷിറാസിക്ക് വല്ലാത്തൊരു സംശയം. പടച്ചോനെ, ഇജിപ്പോൾ എന്താ കണ്ണ് ഇവിടെ തന്നത്? അണക്ക് കണ്ണ് ഈ ചൂണ്ട് വിരലിൽ തന്നുവിടാന്നില്ലേ? എന്നെനിക്കെൻ്റെ ബാക്കിലുള്ളതൊക്കെ അങ്ങനെ നോക്കി കാണാമായിരുന്നല്ലോ. എൻ്റെ തലയിലുള്ളതൊക്കെ അങ്ങനെ നോക്കി കാണാമായിരുന്നല്ലോ. ഇജിപ്പോൾ എന്താ കണ്ണ് ഇവിടെ തന്നത് എന്ന് പടച്ച റബ്ബിൻ്റെ അനുഗ്രഹത്തെ ഇങ്ങനെ സംശയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഷിറാസിക്ക് വിശന്നത്. വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഷിറാസി വീട്ടിലേക്ക് ഓടി. വീട്ടിലേക്കാണ് ചെന്നിട്ട് വാതിലങ്ങട്ട് അടച്ചപ്പോഴേ ഷിറാസിൻ്റെ വിരൽ എന്ത് ചെയ്തെന്നറിയോ? വാതിലിൻ്റെ ഇടയിൽ പെട്ടുപോയി. അപ്പൊ പറഞ്ഞു, അൽഹംദുലില്ലാ പടച്ചോനെ, എൻ്റെ കണ്ണിപ്പോ വിരലിലാണ് തന്നിക്കണിച്ച. അപ്പം എൻ്റെ കണ്ണ് നഷ്ടപ്പെട്ടിരുന്നു. അത് മുഖത്ത് 2 ഹോൾ ഉണ്ടാക്കിയിട്ട് ഭദ്രമായി അവിടെ ഫിറ്റ് ചെയ്തവനെ, നിനക്കാണ് സർവസ്തുതി. അല്ലാഹ് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങൾ 7ാം ആകാശത്തിലേക്ക് നോക്ക്, നിങ്ങൾ ഭൂമിയിലേക്ക് നോക്ക്, നിങ്ങൾ സൂര്യനിലേക്ക് നോക്ക്, നിങ്ങൾ ചന്ദ്രനിലേക്ക് നോക്ക്, നിങ്ങൾ താരാപഥങ്ങളിലേക്ക് നോക്ക്, നിങ്ങൾ സസ്യലതാദികളിലേക്ക് നോക്ക്, നിങ്ങൾ മാമലകളിലേക്ക് നോക്ക്, നിങ്ങൾ മാമയിലുകളിലേക്ക് നോക്ക്, നിങ്ങളെ തന്നെ ഒന്ന് നോക്ക്. പടച്ച റബ്ബിൻ്റെ സൃഷ്ടിപ്പിൽ എന്തെങ്കിലും ഒരു ഏറ്റക്കുറച്ചിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? പിന്നെ നോക്ക് നിങ്ങൾ പിന്നെ നോക്കേ. സൂറത്തുൽ മുൽക്കിൻ്റെ ആദ്യ ഭാഗത്ത് ഈ സംഭവം പറയുന്നുണ്ട്. നിങ്ങൾ പിന്നെ നോക്ക്, പിന്നെയും നിങ്ങൾ നോക്ക്. സുമ്മർജിൽ ബസർ, അവസാനം നിങ്ങളുടെ കണ്ണ് തോറ്റ് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. തീർച്ച അതാണ് പടച്ച റബ്ബിൻ്റെ അനുഗ്രഹം. അതിലൊരു കുറവുണ്ടാവില്ല.